ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പൊ നേരെ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഇടുന്ന വിശേഷം നാളെയും ഇന്നും കാണിക്കുന്ന വിശേഷമല്ല, ഇത് അപ്കമിംഗ് വിശേഷമാണ്. ഇനി വരാനിരിക്കുന്ന കഥയാണ്. നമ്മൾ ഇന്നും 12:30 ഇടുന്നത് വരാനിരിക്കുന്ന വിശേഷങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ മെയിൻ ചാനലായ ജിൽ ചിന്നുവില് ഫുൾ വിശേഷവും പ്രമോ വിശേഷവും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ അനാമികയും വേണുവും കൂടി വേറൊരു പണി ഒപ്പിക്കുകയാണ്. അങ്ങനെ അനാമികയും വേണുവും രേവതിയും കൂടി ചേർന്ന് നമ്മുടെ ദേവയാനി മാറ്റിവെച്ച കുറേ സ്വർണങ്ങള്, ഒരു 30 പവനോളം സ്വർണം ഞാൻ പറഞ്ഞല്ലോ, അത് ഇന്നലത്തെ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഏതായാലും നമ്മുടെ അനാമികയ്ക്ക് അനന്തപുരി തറവാട്ടിൽ നിന്നുള്ള കളിയൊന്നും പറ്റുന്നില്ല. അപ്പൊ ഇവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസയൊക്കെ വേണം, കടങ്ങളൊക്കെ വീട്ടണം. കടങ്ങൾ ഓരോ സ്ഥലത്ത് വീട്ടും തോറും വേണു ഓരോ സ്ഥലത്ത് കടം കൂട്ടിക്കൊണ്ടേ വരികയാണ്. അപ്പം കടങ്ങളൊക്കെ വീട്ടണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പൊ കുറച്ച് പൈസ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. അപ്പൊ അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ ഒന്നും പറ്റുന്നില്ല. ഏകദേശം കുറെ അടിച്ചു മാറ്റി ഇനിയിപ്പം അനന്തപുരി തറവാട്ടിൽ നിന്ന് പൈസയൊക്കെ അടിച്ചു മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം വഷളാകും, രൂക്ഷമാകും എന്നൊക്കെ നമ്മുടെ അനാമിക പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വേണു ഒരു കാര്യം തീരുമാനിച്ചു. ഏതായാലും ദേവയാനി അറിഞ്ഞിട്ടില്ലല്ലോ ആരാണ് കരള് മാറ്റിവെച്ചത്, കരളി മാറ്റിവെച്ച ആ ഒരു പെൺകുട്ടി, കരള് കൊടുത്ത പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ. ആ പെൺകുട്ടിക്ക് വേണ്ടി എങ്ങാണ്ട് 50 ലക്ഷം രൂപ ദേവയാനി മാറ്റിവെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പണ്ട് മോളോട് ഒരു പ്രാവശ്യം പറഞ്ഞില്ലായിരുന്നു, നമുക്ക് വാടകയ്ക്ക് ഒരാളെ അങ്ങ് ഇറക്കാം. എന്നിട്ട് ആ കുട്ടിയാണ് കരള് മാറ്റി വെച്ചതെന്ന് നമുക്ക് പറഞ്ഞ് ആ കുട്ടീനെ കാണിപ്പിച്ച് ആ കുട്ടിക്ക് 50 ലക്ഷം കൊടുത്താൽ അതിനെന്തെങ്കിലും കയ്യിൽ തടയുന്നത് കൊടുത്താൽ മതിയല്ലോ. ഏതായാലും ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടീനെ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം രേവതി പറയുന്നുണ്ട്, ഇത് വേണോ, ഇത് ലാസ്റ്റ് ഇത് പ്രശ്നമാവോ വേണോ ഏട്ടാന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നുകൊണ്ടും പേടിക്കൊന്നും വേണ്ട, ഇത് പ്രശ്നമൊന്നും ആകത്തൊന്നുമില്ല. ആ പെൺകുട്ടീനെ ഏതായാലും കാണിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ പിന്നെ ആ പെൺകുട്ടി അതാണെന്ന് അങ്ങോട്ട് അറിഞ്ഞിരിക്കട്ടെ, ഏതായാലും നമുക്ക് ആ തരത്തിലൊന്ന് കളിച്ചു നോക്കാം എന്നും പറഞ്ഞ് നമ്മുടെ അനാമികയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. മോളൊരു കാര്യം ചെയ്യണം, ഏതായാലും ഇനിയിപ്പം അതിയായ ആഗ്രഹം മൂത്ത് നിൽക്കുകയാണല്ലോ ദേവയാനി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പെൺകുട്ടീനെ സെറ്റ് ചെയ്യാം. ഏതായാലും 24 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ ഞാൻ എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാം. അപ്പം നീ ഒന്ന് അവിടെ സെറ്റ് ആക്കിക്കോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം അച്ഛാ ഓക്കെ, ഞാൻ ഏതായാലും ഇവിടെ വല്യമ്മയോട് പറയാം എന്ന് പറഞ്ഞ് നമ്മുടെ ദേവയാനിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ ദേവയാനി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അനാമിക ചെല്ലുന്നു. അനാമിക ചെന്നിട്ട് എന്താ വല്യമ്മയ്ക്ക് എന്തെങ്കിലും ജ്യൂസ് വേണോ എന്നൊക്കെ ചോദിച്ചാണ് ചെല്ലുന്നത്. അപ്പൊ തന്നെ മനസ്സിലായി കേട്ടോ ദേവയാനിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന്. നമ്മുടെ ദേവയാനിക്ക് അറിയാലോ കരള് കൊടുത്തത് നയനയാണെന്നൊക്കെ. പക്ഷെ അത് വേറെ ആർക്കും അറിയില്ല കരള് കൊടുത്തത് നയനയാണ് എന്ന് നമ്മുടെ ദേവയാനി ആരോടും ഒട്ടും പറഞ്ഞിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവയാനി എപ്പോഴും കരള് കൊടുത്തത് ആരാണെന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ട്, എല്ലാവരെയും ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ തന്നെ നമ്മുടെ അനാമിക പറയാണ്, അത് പിന്നെ ഞാൻ വേറൊന്നും അല്ല ജ്യൂസ് എടുക്കാന്ന് പറഞ്ഞത്, എനിക്ക് വല്യമ്മയുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ ടയേർഡായിട്ട് വിഷമിച്ചിരിക്കുകയാണല്ലോ. ആ പെൺകുട്ടീനെ കാണാഞ്ഞിട്ടല്ലേ, കരള് തന്ന പെൺകുട്ടി ഏതാന്ന് അറിയാഞ്ഞിട്ടല്ലേ. എനിക്കറിയാം വല്യമ്മയുടെ സങ്കടം. ഏതായാലും വല്യമ്മയുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അച്ഛനോട് ഒരു അന്വേഷണം നടത്താൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി അന്വേഷിച്ച് അച്ഛൻ മിക്കവാറും ഇന്ന് തന്നെ ആ പെൺകുട്ടീനെ കണ്ടുപിടിച്ച് എന്റെ വല്യമ്മയുടെ മുന്നിൽ നിർത്തി തരും. ഏതായാലും വല്യമ്മയുടെ വിഷമം അപ്പം മാറുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും മാറട്ടെ. വല്യമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് ആ പഴയ രീതിയിലല്ലാതെ എന്തൊക്കെയോ ഒരു വ്യത്യാസം വല്യമ്മയ്ക്ക്, അതുകൊണ്ട് ഒരു ഉഷാറൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആ പെൺകുട്ടീനെ ഞങ്ങള് കാണിച്ചു തന്നിരിക്കും, ഇത് എന്റെ വാക്കാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആണോ, അങ്ങനെയാണെങ്കിലേ മോക്ക് ഞാനൊരു ഒരു സ്വർണത്തിന്റെ, എന്റെ കയ്യിലിരിക്കുന്ന സ്വർണത്തിന്റെ അതിലൊരു 10 പവനോളം വരുന്ന ഒരു മാലയുണ്ട്, അത് ഞാൻ മോക്ക് സമ്മാനമായിട്ട് തരും. അങ്ങനെ ഒരു പെൺകുട്ടീനെ, ആ പെൺകുട്ടീനെ കണ്ടുപിടിച്ച് തന്നാലെന്ന് പറയുമ്പോഴത്തേക്കും ഇത് കേട്ടത് അനാമിക ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പൊ അനാമിക പറഞ്ഞു, ആണോ, എനിക്ക് മാലയോടൊന്നും വലിയ കൊതിയില്ല, എനിക്ക് സ്വർണത്തിനോടൊന്നും വലിയ കൊതിയില്ല, പക്ഷെ എന്റെ വല്യമ്മ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. അതുമല്ല വല്യമ്മ പണ്ടത്തെ പോലെ ഒന്നും അല്ല, ഇപ്പം നയനയോട് ദേഷ്യപ്പെടുന്ന ഒന്നുമില്ല. ഇനിയിപ്പൊ നയനെയാണ് കരള് തന്നതെന്ന് വല്ല സംശയം ഉണ്ടോ എന്നിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി, അവൾ എനിക്ക് കരള് തരാനോ, പിന്നെ അവളല്ലായിരിക്കണം എനിക്ക് കരള് തരണമെങ്കിൽ, അവളെനിക്ക് കരളല്ല തരുന്നത്, എന്റെ കരള് മുറിച്ചെടുക്കാനേ അവള് നോക്കത്തുള്ളൂ. മോക്ക് തോന്നുന്നുണ്ടോ അവളാ എനിക്ക് കരള് തന്നതെന്ന്? എനിക്കറിയാം അവൾ ഒരിക്കലും കരള് തരില്ല എന്ന്. കരള് പോയിട്ട് അവക്ക് കുറച്ച് സ്നേഹം പോലും
എന്റെ വല്യമ്മയ്ക്ക് തരാനുള്ള പറ്റത്തില്ല അവക്ക്. അവൾ എപ്പോഴും ഈ വീട്ടിലെ സ്വത്തും പണവും ഒക്കെ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വല്യമ്മയുടെ സന്തോഷം ഞാൻ ആഗ്രഹിക്കുന്നു. വല്യമ്മ എപ്പോഴും സന്തോഷത്തോടു കൂടി ഈ വീട്ടിൽ ഇരിക്കുന്ന കാണാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് വല്യമ്മയ്ക്കയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും. വല്യമ്മ വിചാരിക്കുന്ന പോലെ കരള് തന്ന ആ പെൺകുട്ടീനെ വല്യമ്മയുടെ മുമ്പിൽ കൊണ്ട് ഞാൻ നിർത്തി തരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മുടെ അനാമിക ഇത്രയും പറഞ്ഞിട്ട് ഒരു ജ്യൂസ് എടുക്കാന്നൊക്കെ പറഞ്ഞു പോയി. പ്രാഗി ആട്ടോ പോയി ജ്യൂസ് എടുക്കുന്നത്. കോപ്പ് തള്ളക്ക് ജ്യൂസ് വേണോന്ന് ചോദിച്ചപ്പോ വേണ്ടാന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും വേണമെന്നങ്ങ് ചാടി പറയുകയും ചെയ്യും. ഞാനാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് പോലും ചൊവ്വേ നേരം ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇനി ഈ തള്ളക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് പറഞ്ഞ് പുറപുറത്തോണ്ടാണ് അടുക്കളയിൽ പോയി ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ദേവയാനി എടി കള്ളി, അമ്പടി കള്ളി, നീ മിക്കവാറും എന്നെ പറ്റിക്കാൻ വേണ്ടി നീ ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണിച്ചു തരുമെന്ന് എനിക്ക് അറിയാടി. നീ നിന്റെ അച്ഛൻ്റെ അമ്മേനെയൊക്കെ എനിക്ക് അറിയാലോ. എന്നിട്ട് നീ ഇപ്പം എന്താ ജ്യൂസ് തരാന്നല്ലേ, ആ ജ്യൂസിൽ എന്തെങ്കിലും കലക്കി തരുമെന്ന് ദൈവത്തിനറിയാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നയന വരുന്നുണ്ട്. അപ്പൊ നയനി ഇങ്ങനെ വന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ മാസികയൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് നയനയെ ചൊടിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ദേവയാനി ഇടയ്ക്കിടയ്ക്ക് നയനയുടെ മെക്കിട്ട് കയറുന്നുണ്ടോ. നയന ചോദിക്കുക, അയ്യോ ഭയങ്കര സുഖമാണല്ലോ ഇപ്പൊ നിനക്ക് മാസികയും വായിച്ചോണ്ട് ഇവിടെ ഇരുന്നാൽ മതിയല്ലോ, അടുക്കള ജോലിയൊന്നും ചെയ്യണ്ടല്ലോ നയനെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ അടുക്കള ജോലി ചെയ്യാമെന്ന് അമ്മയോട് പറഞ്ഞതാണല്ലോ, അമ്മയല്ലേ എന്നെ അടുക്കളയിൽ കയറ്റാത്തത്. എങ്ങനെയാടി നിന്നെ അടുക്കളയിൽ കയറ്റുന്നത്? ഇനി നീ എനിക്ക് വിഷം തരില്ലെന്ന് ആര് കണ്ടു? നിനക്ക് എന്നോട് ദേഷ്യമല്ലേ? എന്നെ നിനക്ക് ഇഷ്ടമല്ലല്ലോ. അല്ല, എനിക്ക് അമ്മേനെ ഒരുപാട് ഇഷ്ടം. അമ്മ എന്നോട് എത്ര ദേഷ്യപ്പെട്ടാലും എന്നോട് എത്ര ധിക്കാരം പറഞ്ഞാലും അമ്മ എന്തൊക്കെ പറഞ്ഞാലും അമ്മയോടുള്ള സ്നേഹം അതും എനിക്ക് ഒരിക്കലും മാറില്ലമ്മേ. എനിക്ക് എൻ്റെ അമ്മ എത്രത്തോളം വലുതാണോ അത്രത്തോളം തന്നെ വലുതാ ആദർശേട്ടൻ്റെ അമ്മയും. ആദർശേട്ടൻ്റെ അമ്മയായിട്ടല്ല, എൻ്റെ അമ്മയായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. എന്തോ ഈയിടെയായിട്ട് എനിക്ക് അമ്മയോട് കുറച്ച് സ്നേഹം കൂടിയെന്ന് വേണേ കൂട്ടിക്കോളാൻ പറഞ്ഞപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും ഒരു സുഖമുണ്ട് കേട്ടോ. നമ്മുടെ ദേവയാനിക്ക് മനസ്സിന് ഭയങ്കര സുഖമാണ്. അതുകൊണ്ട് അത് കേൾക്കാൻ കൂടി തന്നെയാണ് നമ്മുടെ ദേവയാനി ഇടയ്ക്കിടയ്ക്കിട്ട് ഇങ്ങനെ നയനയെ പോയി കുത്തുന്നത്. അപ്പൊ ഈ സ്നേഹത്തിന്റെ കാര്യവും ഒക്കെ ഇങ്ങനെ പറയൂല്ലോ. അപ്പൊ നയനോട് കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ അല്ലാതെ ചെന്ന് സംസാരിക്കാനും പറ്റില്ലല്ലോ. ഈ സമയമാണ് നമ്മുടെ അനാമിക പോയി ജ്യൂസൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പം ജ്യൂസൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ നേരെ കൊടുക്കുകയാണ് ദേവയാനിയുടെ അടുത്തേക്ക്. അപ്പം ദേവയാനി ചോദിച്ചു, എന്തിനാ ഇവിടെ വന്നിരുന്ന് വർത്താനം പറയുന്നത് വല്യമ്മ? ഇവളോട് വർത്താനം പറയുന്നതിനേക്കാൾ ഭേദം വല്യമ്മയ്ക്ക് റൂമിൽ പോയി ഇരുന്നാ പോരെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്ത് ചെയ്യാനാ, ചുമ്മാ വന്ന് ഇരിക്കുകയല്ലേ, കാലും കയറ്റി മാസികയും വായിച്ചോണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ വന്ന് വർത്താനം പറഞ്ഞതേ ഉള്ളൂ. അല്ല വല്യമ്മ എന്തിനാ ഇവിടെ അടുക്കള കയറ്റാതിരിക്കുന്നത്? ഇവിടെ അടുക്കളയെ കയറ്റി പണി എടുപ്പിക്കത്തില്ല വല്യമ്മയ്ക്ക്. ഇനി അടുക്കളയെ കയറ്റി പണി എടുപ്പിച്ചിട്ട് വേണോ എന്റെ പൊന്നുമോളെ എനിക്ക് വീണ്ടും വിഷം തരാനായിട്ട്? അപ്പൊ ഇത് കേൾക്കുമ്പോൾ നയനിക്ക് ഭയങ്കര സങ്കടമാകുകയാണ് കേട്ടോ. പക്ഷെ മനസ്സിൽ ദേവയാനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഞാൻ നയനയെ വേദനിപ്പിച്ചല്ലോ, വേണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു. ഇനിയിപ്പം കഷ്ടമായി പോയല്ലോ, ഇനിയിപ്പൊ എന്ത് തോന്നുന്നു എന്റെ നയനമോൾക്ക്? പാവം ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടായിരിക്കും എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് ജ്യൂസ് മേടിച്ചിട്ട് അനാമിയോട് പറഞ്ഞു, ഏതായാലും വല്യമ്മയ്ക്ക് കുറച്ചു നേരം ഫ്രീ ആയിട്ടിരിക്കണം, പൊക്കോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെ അനാമിക കുറ്റം പറയുന്ന അയനയുടെ അത് കേൾക്കുമ്പോഴത്തേക്കും ദേഷ്യം ആവുമല്ലോ. ഈ സമയത്താണ് നമ്മുടെ വേണു വിളിക്കുന്നത്. വേണു വിളിച്ചിട്ട് അനാമികയോട് പറയാണ്, മോളെ സെറ്റാക്കിയിട്ടുണ്ട്, ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഒരു ആളെയാ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നയന എന്ന് പേര് ഉള്ള ഒരു പെണ്ണാണല്ലോ ഈ ഒരു ഇത് കൊടുത്തതെന്ന് മൊത്തം പറയുന്നത്. അത് നയന എന്ന് പേരുള്ള ഒരു പെണ്ണാന്നേ പറയുന്നുള്ളൂ. അപ്പൊ നയന എന്ന് പേരുള്ള പെണ്ണിനെ തന്നെയാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് മോള് വല്യമ്മയോട് ഈ വിവരം പറയേ. ഏതായാലും 50 ലക്ഷം രൂപയല്ലേ, ആ 50 ലക്ഷം രൂപ കാണുമ്പോ തന്നെ മിക്കവാറും കയ്യിൽ കൊടുക്കും. അതിൽ നിന്ന് നമുക്ക് അടിച്ചു മാറ്റാലോ. അവർക്ക് ഒരു 10,000-5,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തീരാന്ന പ്രശ്നമുള്ളൂ. ഒരു ചെറിയ നാടക നടിയാ, അവർക്ക് 5,000 രൂപ ഒരു ദിവസം കിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവമാന്നേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ഇത് കേട്ടോണ്ടേ നമ്മുടെ അനാമിക ഓടിച്ചെന്ന് ദേവയാനിയോട് പറയാണ് കേട്ടോ, വല്യമ്മേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാ വല്യമ്മയുടെ അടുത്തേക്ക് വന്നത്. വല്യമ്മയ്ക്ക് സന്തോഷം കിട്ടുന്ന കാര്യമാണ്, വല്യമ്മ ആഗ്രഹിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞപ്പോ എന്ത് കാര്യമാണ് മോളെ? അത് പിന്നെ കരള് തന്നത് ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛന്. അത് ആരാണെന്ന് അച്ഛന് മനസ്സിലായി. ഏതായാലും ഒരു കാര്യം വല്യമ്മ പെട്ടെന്ന് ഒരുങ്ങ, നമുക്ക് ഒരു സ്ഥലം വരെ പോകണം, ആ കുട്ടീനെ കാണാൻ പോകാന്ന് പറയാണ്. അപ്പം ആണോ, കരള് തന്ന പെൺകുട്ടീനെ കണ്ടുപിടിച്ചോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവയാനി ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ അതേ കണ്ടുപിടിച്ചു, അതാരാണെന്ന് പെട്ടെന്ന് വല്യമ്മ ഒരുങ്ങാൻ പറഞ്ഞു. അപ്പൊ മോള് പൊക്കോ, ഞാനിപ്പോ ഒരുങ്ങിയിട്ട് വരാന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് മനസ്സിലായി കേട്ടോ, ദേവയാനിക്ക് എന്തോ കള്ളത്തരം ഒപ്പിക്കാൻ വേണ്ടിയാണ് അനാമിക ഇതൊക്കെ ചെയ്യുന്നത്. ഏതായാലും
പോയി നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ. അപ്പം ഇതിനിടയിൽ അനാമിക പറഞ്ഞായിരുന്നു, 50 ലക്ഷത്തിന്റെ ചെക്കും കൂടെ ഒരെണ്ണം എടുത്തോ, നമുക്ക് കൊടുത്തേക്കാം, കാണുമ്പോൾ തന്നെ അങ്ങ് കൊടുത്തേക്കാം, വല്യമ്മയുടെ ഇനി ആ ഒരു വിഷമം കൂടെ വേണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ തന്നെ മനസ്സിലായി ഈ 50 ലക്ഷത്തിന് വേണ്ടിയാണോ അനാമിക ഈ കളി കളിക്കുന്നതെന്ന് ദേവയാനിക്ക് ഒരു സംശയമുണ്ട്. ഏതായാലും അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമ്മുടെ അനാമികയും വേണുവും രേവതിയും കൂടെ ഒരു പെണ്ണിനെ കൊണ്ട് നിർത്തിയിട്ട്, ഇതാണ് നിനക്ക് കരള് തന്ന പെൺകുട്ടി, ഇവളുടെ പേര് നയന എന്ന് പറയുകയാണ്. അപ്പൊ തന്നെ ആണോ, ഇതാണോ എനിക്ക് കരള് തന്ന പെൺകുട്ടി നയന എന്ന് പറഞ്ഞ് ആ കുട്ടീനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അറിയാലോ ദേവയാനിക്ക്. അപ്പോഴേക്കും തന്നെ വേണു പറയാ, ഇനിയിപ്പം ആ പൈസ അങ്ങോട്ട് കൊടുത്തോളൂ, 50 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്ക്, ഇപ്പൊ തന്നെ കൺമുമ്പിൽ കണ്ടില്ലേ, ഇപ്പൊ തന്നെ അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ 50 ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ മോക്ക് തന്നായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ പെൺകുട്ടി പറഞ്ഞു, എപ്പൊ തന്നായിരുന്നു, എനിക്ക് അങ്ങനെ 50 ലക്ഷം രൂപയുടെ ചെക്കൊന്നും കിട്ടിയിട്ടില്ല. അല്ല, എന്റെ മോൻ കൊണ്ട് തന്നായിരുന്നല്ലോ എന്ന് പറയുമ്പോ അവിടെ നിന്ന് വേണു ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുക. അപ്പൊ പെട്ടെന്ന് ഈ പെണ്ണ് മാറ്റി പറയാണ്, അത് പിന്നെ അത് കാണാതെ പോയി എന്ന് പറയാണ്. ഏതായാലും എല്ലാം കൊണ്ടും നമ്മുടെ ദേവയാനിക്ക് മനസ്സിലാവുന്നുണ്ട് വെറും കള്ളത്തരമാണെന്ന് അറിയാലോ. ദേവയാനി പറഞ്ഞു, എങ്കിൽ പിന്നെ മോളൊരു കാര്യം ചെയ്യാം, ഞാന് ഇപ്പൊ ഏതായാലും 50 ലക്ഷത്തിന്റെ ചെക്ക് എടുത്തിട്ടില്ല, മോൾ അവിടെ ഒന്ന് പരിശോധിച്ചൊക്കെ നോക്ക്, അത് കഴിഞ്ഞിട്ട് തരാമെന്നും പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോവുകട്ടോ ചെയ്യുന്നത്. ദേവയാനി ആരാ, മോള്, ദേവയാനിക്ക് അറിയാലോ. ഏതായാലും നമ്മുടെ അനാമികയുടെ കള്ളക്കളി അവിടെ പൊളിയുന്നുണ്ടോന്ന് ചോദിച്ചാൽ പൊളിയുന്നുണ്ട്. പക്ഷെ ദേവയാനി അറിയാത്ത ഇതിനങ്ങ് നടക്കുകയാണ് കേട്ടോ. കള്ളക്കളി പൊളിഞ്ഞു എന്നങ്ങ് പറയുന്നുമില്ല. ഏതായാലും ആ പെൺകുട്ടിക്ക് കൊടുക്കാനുള്ളത് ഞങ്ങൾ കൊടുത്തോളാം, അത് എപ്പോഴാണെന്ന് വെച്ചാൽ കൊടുത്തോളാം എന്ന രീതിയിൽ നടക്കുക. ഏതായാലും കഷ്ടപ്പെട്ട 5000 രൂപ വേണുവിന്റെ പോവുകയാണ്. കാരണം മറ്റേ ആ നാടക നടി വന്നിട്ട് എനിക്ക് 5000 രൂപ തന്നേ പറ്റൂന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. 50 ലക്ഷവും കിട്ടുന്നില്ല, 5000 കയ്യിൽ നിന്നും പോവാണ്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് വിശേഷങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാലൻസ് കഥയുമായിട്ട് നമ്മൾ നാളെ 12:30 ആകുമ്പോൾ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.